നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. തൊടുപുഴയിലെ സിനിമാ ചിത്രീകരണത്തിനിടെ നടൻ ജയസൂര്യ ലൈംഗിക അതിക്രമം നടത്തി എന്ന പരാതിയിൽ കഴിഞ്ഞ ദിവസമാണ് പോലീസ് നടിയുടെ മൊഴിയെടുത്തത്. തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലും ചിത്രീകരിച്ച സിനിമയുടെ ലൊക്കേഷനുകളിൽ വെച്ച് അതിക്രമം നടത്തിയെന്നാണ് നടിയുടെ പരാതി. അതിക്രമം നടന്നു എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ നടിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. കരമന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് തൊടുപുഴ പോലീസിന് കൈമാറുകയായിരുന്നു. നടിയെ തൊടുപുഴയിലേക്ക് വിളിച്ചു വരുത്തിയാണ് അന്വേഷണ സംഘം മൊഴിയെടുത്തത്. പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി പോലീസ് വീഡിയോയിലും പകർത്തി. ജയസൂര്യക്കെതിരായ നടിയുടെ പരാതിയിൽ തിരുവനന്തപുരം കരമന പോലീസ് എടുത്ത കേസ് തൊടുപുഴ പോലീസിന് കൈമാറുകയായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ പുറത്തു വരുന്നത് ജയസൂര്യയെ സംബന്ധിച്ചുള്ള വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവങ്ങൾ തന്നെയാണ്. ജയസൂര്യക്കെതിരെ ഉയർന്ന ആരോപണം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇതിനു മുൻപും പല നടിമാർക്കെതിരെയും നടന്മാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് ഇത്തരം ഒരു രീതിയിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇത്തരം രീതിയിലുള്ള ഒരു പ്രവൃത്തികൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് വാർത്തകളിലൂടെ പുറത്തു വരുന്നത്. എന്നാൽ ജയസൂര്യയുടെ പക്കൽ നിന്നും പലപ്പോഴും ആക്രമണം ഉണ്ടായിട്ടുണ്ടെന്നും പലപ്പോഴും ഫ്ളാറ്റിലേക്ക് ക്ഷണിക്കുകയും പ്രശ്നമാകുന്ന ഘട്ടത്തിൽ കുടുംബത്തെ ഓർത്ത് പിന്മാറണമെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ച് അപേക്ഷിച്ച സംഭവങ്ങൾ വരെ ജയസൂര്യയിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത്. എന്നാൽ നിരവധി തവണ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചപ്പോൾ സരിതയ്ക്കരികിൽ തന്നെ പരാതികളുമായി നടിമാർ എത്തിയതോടെയാണ് കുടുംബകലഹവും രൂക്ഷമായത്. ഈ ഘട്ടത്തിലാണ് നടൻ സിനിമകളിൽ നിന്നും മാറി നിന്നത് ആ തീരുമാനത്തിലേക്ക് എത്താൻ കാരണമായത്. അതിനുശേഷമായിരുന്നു കുറച്ചു നാളുകളായി മക്കൾക്കും ഭാര്യയ്ക്കുമൊപ്പം സമാധാനപരമായി ജീവിച്ചു വരികയായിരുന്നു താരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും നടിമാരുടെ വെളിപ്പെടുത്തലും ഉണ്ടായത്. അതുവരെ മക്കൾ പോലും അറിയാതെ വളരെ രഹസ്യമാക്കി വെച്ചിരുന്ന ഈ സംഭവങ്ങൾ മക്കളും അറിഞ്ഞു തുടങ്ങി. അതുകൊണ്ട് തന്നെ മക്കളെ പോലും ഫേസ് ചെയ്യാനാകാത്ത വിധം തകർന്നിരിക്കുകയാണ് ജയസൂര്യയുടെ കുടുംബവും. എറണാകുളം തൃപ്പൂണിത്തറയിൽ സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ജയസൂര്യയ്ക്ക് സരിതയും മക്കളുമായിരുന്നു എല്ലാമെല്ലാം. കരിയറിൽ ഉയർന്നു നിൽക്കുമ്പോഴായിരുന്നു നടന്റെ വിവാഹവും. ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു സരിതയെ വിവാഹം കഴിച്ചത്. അതിനുശേഷം സരിതയുടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ ജയസൂര്യയായിരുന്നു ഏറ്റെടുത്തത്. ഫാഷൻ ഡിസൈനറായി സരിത ഉയർന്നു വന്നതിന് പിന്നിൽ ജയസൂര്യ തന്നെയായിരുന്നു. അതേസമയം കരിയർ വലിയൊരു ബ്രേക്ക് നൽകിയിരിക്കുന്ന ജയസൂര്യ കഴിഞ്ഞ 4 കൊല്ലമായി ഒരു സിനിമയിൽ പോലും അഭിനയിക്കാത്തതിന് കാരണം കത്തനാർ എന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിന്റെ തയ്യാറെടുപ്പിൽ തന്നെയായിരുന്നു താരം. ഇപ്പോഴത്തെ സിനിമ പുറത്തിറങ്ങാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കവെയാണ് ഇതുപോലുള്ള ആരോപണങ്ങൾ ജയസൂര്യക്കെതിരെ വന്നത്. ഇതോടുകൂടി ജയസൂര്യയുടെ കുടുംബവുമാകെ തകർന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ. അമേരിക്കയിലാണ് താരമുള്ളത്. ഉടനെ തന്നെ നാട്ടിലെത്താൻ സാധ്യതയുണ്ടെന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ നാട്ടിലെത്തിയാൽ ഉടനെ അറസ്റ്റ് ഉണ്ടാകുമോ എന്ന ചോദ്യവും സോഷ്യൽ മീഡിയയിൽ ഉയരുകയാണ്. You're watching me on metromatney.com. On metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.